സമയത്തും നിങ്ങൾ ഇത് വെച്ചുകൊണ്ടിരുന്നാൽ ഒന്ന് നിങ്ങൾ ഓർത്തേ, ഈ 2002 മുതൽ 2011 വരെ കൗതുകം ചെയ്തവരാണോ? എങ്ങനെ രോഗസൗഖ്യം ഉണ്ടാകും നമ്മുടെ നടുവിൽ? എങ്ങനെ വിടുതലുണ്ടാകും? ദൈവത്തിന്റെ വചനം സത്യമല്ലേ? ഇതിനകത്ത് പറയുന്ന മുഴുവൻ സത്യമല്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ഒരു ക്യാൻസർ പേഷ്യന്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിട്ട് ഇറങ്ങി വന്നപ്പോ ഏറ്റവും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു അവിടെ നിൽക്കുന്ന എല്ലാവരും നോക്കാൻ പറഞ്ഞു. എല്ലാവരും നോക്കി. ഇപ്പോൾ ഡോക്ടർമാരുടെ റൂമിന്റെ ഫ്രണ്ടിൽ ആളുകൾ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുക. ഞാൻ പറയാം, കർത്താവേ, ഇത് നോർമൽ സംഭവം. ഹോസ്പിറ്റലിൽ രോഗികൾ ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്ന നോർമൽ സംഭവം. എല്ലാ റൂമിന്റെ ഫ്രണ്ടിൽ വലിയ നീണ്ട നിരയുണ്ട്. കർത്താവിനോട് വേണ്ട അവിടെ നിൽക്കുന്നവരെ സൂക്ഷിച്ചു നോക്കാം. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് കണ്ടായി അതിനകത്ത് നിൽക്കുന്ന കൂടുതൽ ആളുകൾ ആരാണ്? രോഗമൂർത്തി ആരുടെ അവകാശം? മക്കളുടെ അവകാശം. മക്കളാരെ? അവനെ കഴിയുമ്പോൾ നമ്മുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. പക്ഷെ ആ മക്കൾ അധികാരം പിടിച്ചൊരു കുറവ് നിൽക്കുക, ഡോക്ടർമാരുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. അങ്ങനെ പറയാൻ കഴിയുന്നത് വെറുതെ നമ്മൾ ചിന്തിച്ചു കളയുന്ന ഒരു കാര്യമല്ല. സ്വന്തം ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, നിന്റെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ നരക നന്മ. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വാസത്തോടെ ഈ വചനം നിങ്ങളിലേക്ക് കൊണ്ടുവന്നേ നിങ്ങൾ ഒരു പൈസ വെറുതെ പോകേണ്ടതാണ്. അനുഭവസ്ഥനാണ്. ഞാൻ എന്റെ നാളുകൾക്ക് മുമ്പ് മല്ലപ്പള്ളിക്കടുത്ത് കീഴ്വായ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ചത്തക്കോടിന്റെ ഒരു മീറ്റിംഗ് 21 ദിവസം ഉപവാസ പ്രാർത്ഥനയുണ്ട്. അവസാന ദിവസം പോയി പ്രസംഗിക്കാൻ ചെന്നു. എന്ന സമയത്ത് ഈ വീടിന്റെ മുറ്റത്ത് വലിയ ടെന്റ് അടിച്ച് അതിനകത്ത് മീറ്റിംഗ് നടക്കുന്നത്. അപ്പം ഈ വീടിനോട് ചേർന്ന ഈ ടെന്റ് നിൽക്കുകയാണ്. വളരെ ശക്തമായ ദിവസാനിധ്യം ശുശ്രൂഷ സമയത്ത് വളരെ ശക്തമായ ദിവസാനിധ്യം ഇറങ്ങിയിട്ട് ഈ ഇരുന്ന ജനം മുഴുവൻ ചാടി നിർത്തി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഞാനിവിടെ ശാന്തമായിട്ട് ഇങ്ങനെ നിൽക്കുക. ദൈവാത്മാവിനോട് പറഞ്ഞു, ഞാനിവിടെ ചെയ്ത വർഗീയ ഉണ്ടാകുന്നോളാൻ പറയും. ഞാനിവിടെ നിങ്ങൾ മിണ്ടാതിരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ വീടിന്റെ മുറ്റത്ത് ഇരിക്കുന്നുണ്ട്. വീടിന്റെ ഒരു സൈഡിലെ ഡോറ് ഈ വീടിന്റെ ടെന്റിന്റെ ഒരു സൈഡിലായിട്ട് വരും ഡോറ്. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോ കുറെ ആളുകൾ ഈ വീടിനകത്തോട് നോക്കിയിട്ട് ഭയങ്കര ആരാധന. അവിടെ വർഷിപ്പ് ചെയ്ത സ്റ്റാൻഡിബിളിനറിയാം അവിടെ എന്തോ സംഭവം നടന്നു. നിങ്ങൾ പോയി നോക്കിയിട്ടാണ്. ഇയാളെ പോയി നോക്കിയിട്ട് വലിയ സന്തോഷത്തോടെ വന്നു. എന്താ പറ്റിയേ? നിങ്ങൾ പറയുക, പക്ഷേ 7.5 വർഷമായിട്ട് അതിനകത്ത് നടന്നു കിടന്ന ഒരു സഹോദരി ചാടി കുറിച്ചാണ്. നമ്മൾ അവരെ വിളിക്കാൻ പറഞ്ഞു. അവരെ വിളിച്ചു മൈക്കേ പറഞ്ഞു എന്താ സംഭവിച്ചെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനത്തെ സഹോദരി അതിനകത്ത് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാനവിടെ മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. ജോലിക്ക് വേണ്ടി അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചേ ഇല്ല. പക്ഷെ അവരോട് പറഞ്ഞു എന്താ സംഭവിച്ചെന്ന് പറയാൻ പറഞ്ഞു. അവർ മൈക്ക് കയ്യിൽ കിട്ടും. ഇങ്ങനെ പറഞ്ഞു, 7.5 വർഷമായി കിടന്ന് ഞാൻ കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ വിവാഹം കഴിഞ്ഞ് 4ാമത്തെ മാസമാണ് എനിക്ക് വേദന ആരംഭിച്ചത്. സ്വന്തം ഹോസ്പിറ്റലിൽ പോയി. ഞാനിവിടെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തു. കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞു, നിന്റെ നട്ടലിന്റെ നിന്റെ നട്ടലില് തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു മാറ്റം ഉണ്ടാക്കുന്നത് പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. വിവാഹം കഴിഞ്ഞ് 4 മാസമേ ആയുള്ളൂ. എന്നാൽ 8ാം മാസത്തിൽ തന്റെ ഭർത്താവ് ഞാൻ ഉപേക്ഷിച്ചിട്ട് കടന്നുപോയി. അതിന്റെ ആ ഷോക്ക് കൊണ്ട് ഇവരുടെ അപ്പൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ആ കുടുംബഭാഗമാണ് പകർന്ന് ധരിപ്പണമായ ഒരു കുടുംബം. പ്രായമായ ഒരു അമ്മ മാത്രമുണ്ട്. അമ്മ ഈ സഹോദരി മാത്രമുണ്ട്. ഇത് പറഞ്ഞെങ്ങനെയാ? ഒരു ദിവസം 450 രൂപയുടെ മരുന്ന് കഴിക്കണം. വേദനയില്ലാതെ ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയ അസ്ഥി മടങ്ങി വരാനല്ല. 450 രൂപയുടെ മരുന്ന് കഴിക്കുന്നത് വേദനയില്ലാതെ ഒരു ദിവസം ജീവിക്കാനാ. അവരിങ്ങനെ പറഞ്ഞു. സ്വന്തം 1 മണിയായ സമയത്ത് മരുന്ന് കഴിക്കാൻ കയ്യിലെടുത്തു. എടുത്ത സമയത്ത് ദൈവദാസനോടെ പ്രസംഗിക്കുകയാണ്, നിന്റെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കുറെ ഗുളികകൾ കയ്യിലുണ്ട്. ഇതെടുത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇത്രയും നാൾ ഈ മരുന്ന് ഞാൻ കഴിച്ചു, ഇത്രയും പണം എന്റെ പോയി, എനിക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അതുകൊണ്ട് ഇനി മരിച്ചാലും വേണ്ടില്ല, ഈ സാധനം ഞാൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞ് അവരൊരു തോറ്റ് ഏറിട്ടു. അവരെ വിശ്വാസം. ഞാൻ ഇന്ന് രാത്രി ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവർക്ക് ഉപയോഗിക്കരുതെന്നൊന്നും അല്ല ഞാൻ പഠിപ്പിക്കുന്നത്. സ്വന്തം മരുന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വേണേ വീട്ടിൽ ഒരു മെഡിക്കൽ സ്റ്റോറോട് തുടങ്ങാം. അതിനൊന്നും ഞാനിതിലല്ല. പക്ഷെ വചനം പറയുന്നു, എനിക്ക് അധ്വാനഫലം ഈ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും. ഇതിന് ശേഷം അവര് ആ ഘട്ടത്തിൽ ഇങ്ങനെ കിടക്കുക. ഇവര് നോക്കുമ്പോ ഇതിന്റെ ഭയങ്കര ആരാധന. ആളുകൾ ചാടി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. ഇവരെ കട്ടലിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവമേ എനിക്കും അങ്ങനെ ഒന്ന് ആരാധിക്കാൻ പറ്റുമോ? എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. നട്ടലിന്റെ 85% അന്ന് ഉറങ്ങിക്കാം. 85% തീരുമാനം സംഭവിച്ചു. വെറും 15% മാത്രമേ ഉള്ളൂ. 2 പേരുടെ സഹായം കൂടാതെ ഒന്ന് കാലുകുത്തി നിൽക്കാൻ അവർക്ക് പറ്റത്തില്ല. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ദൈവമേ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? പെട്ടെന്ന് ഒരു അജാനുബാഹുവായ മനുഷ്യൻ അവരുടെ കട്ടിൽ നിരക്കിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, എഴുന്നേറ്റ്, നിനക്കും അങ്ങനെ ആരാധിക്കാൻ പറ്റും. ഇവര് പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് ഞാൻ വീണു പോകും, എനിക്കങ്ങനെ ഒന്നും എഴുന്നേക്കാൻ പറ്റത്തില്ല. വീണ്ടും വിമർശിച്ചു പറഞ്ഞു, ഇല്ല നീ വീഴത്തില്ല, നീ എഴുന്നേക്കാൻ പറഞ്ഞു. ഇവര് പറഞ്ഞു, ഞാൻ എഴുന്നേക്കത്തില്ല. ഇയാളെ പെട്ടെന്ന് ഈ കട്ടിലിന്റെ സൈഡിൽ പിടിച്ച് ഉയർത്തിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് എഴുന്നേക്കാൻ പറഞ്ഞു. ഇവര് ചാടി ഇറങ്ങി ആ കട്ടിലിന്റെ താഴേക്ക് കാല് കുത്തിയപ്പോൾ ഇവര് വീണു പോയി.
ആര് മാറ്റി ചവിട്ടി നോക്കി വീണില്ല. ഇന്ന് വരെ അവർ വീണിട്ടില്ല. 7 വർഷം കഴിഞ്ഞു. ഡോക്ടർമാർക്ക് ഇന്നും അത്ഭുതമാണ് ഇതെങ്ങനെ സംഭവിച്ചു. ഇതിനകത്ത് വ്യക്തമായി ഞാൻ പറയാം, വിശ്വാസത്തോടെ ഒരു വചനം നമ്മളിലേക്ക് ഇറങ്ങി വന്നാൽ അത് പ്രവർത്തിക്കാതെ മടങ്ങി പോകത്തില്ല. നമ്മൾ വായിക്കുന്നുണ്ട് യെശയ്യാപ്രവചനം 55-ാം അധ്യായം 8-9 വാക്യത്തിൽ വളരെ വ്യക്തമായി 8-9-10 വാക്യത്തിൽ വ്യക്തമായി നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ വിചാരം എന്റെ വിചാരം, എന്റെ വഴികൾ എന്റെ വഴികൾ, ആകാശം ഭൂമി ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ വ്യത്യസ്തമാണ് എന്റെ വഴികൾ. ഇത്രയും പറഞ്ഞിട്ട് പറയുക, മഴയും ദിനവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതർപ്പാൻ വിട്ട് തിന്മാൻ ആഹാരം നൽകപ്പെട്ടവണ്ണം അത് ഭൂമിയെ നനച്ച് ബലവത്തായി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും. ഒരു ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടു വന്നാൽ അത് വെറുതെ വരത്തില്ല, അത് അതിന്റെ പ്രവൃത്തിയോടെ തന്നെ വരുവാനിടയായി. ഞാൻ പറയാൻ പ്രിയപ്പെട്ടവരെ, എനിക്ക് എന്നെ കുറിച്ചുള്ള പദ്ധതിയേക്കാൾ വലുതാണ് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്നാൽ ഇന്ന് രാത്രി നാം തിരിച്ചറിയണം. ഒന്നാമത്തെ കാര്യം അവിടെ നമ്മൾ ഇപ്രകാരം വായിച്ചു, ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതെന്തെന്ന് ഞാൻ തിരിച്ചറിയണം. രണ്ടാമത്തെ അവിടെ കാര്യം നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 3 അറിവുകളാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഒന്ന്, കർത്താവ് എന്നെ വിളിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ആഗ്രഹം എന്ത് എന്ന് ഞാനൊന്ന് അറിയണം. 2, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ അഭിവാദനം ഇന്നത്. എനിക്ക് എന്റെ മേലുള്ള അവകാശത്തെക്കാൾ വലുതാണ് ദൈവത്തിന് എന്റെ മേലുള്ള അവകാശം എന്നൊരു വിശ്വാസി അറിഞ്ഞാൽ അവൻ ഒരു കാര്യത്തിലും ടെൻഷൻ, ഒരു കാര്യത്തിലും അവൻ ഭാരപ്പെടത്തില്ല. അവന്റെ ജോലി നഷ്ടപ്പെട്ടാലും അവൻ സന്തോഷത്തോടിരിക്കും. എന്നിട്ട് പറയും, എനിക്ക് എന്റെ മേലുള്ള അവകാശത്തെക്കാൾ വലുതാണ് ദൈവത്തിന് എന്റെ മേലുള്ള അവകാശം. അതുകൊണ്ട് കാരാഗ്രഹത്തിൽ കിടന്നും പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയും. തകരാൻ പോകുന്ന കപ്പലിന്റെ നടുക്ക് നിന്ന് പൗലോസ് എഴുന്നേറ്റ് നിന്ന് പറയാ, സഹോദരന്മാരെ നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കും. ഈ കപ്പൽ തകർന്നാൽ ആദ്യം മരിക്കുന്നയാള് പൗലോസാണ്. കാരണം പൗലോസ് അതിനകത്ത് തടവുകാരനാണ്. അവന്റെ കയ്യേറുകാരന് ചെങ്ങലയുണ്ട്. ഈ കപ്പൽ നശിക്കാൻ പോവുക, തകരാൻ പോവുക. 14 ദിനരാത്രങ്ങളായി സൂര്യനെയോ ചന്ദ്രനെയോ കണ്ടിട്ട്. 25 വരുമ്പോൾ പൗലോസ് വിളിച്ചു പറയുക, അതുകൊണ്ട് പുരുഷന്മാരെ നിങ്ങൾ ധൈര്യത്തോടെ എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുവാൻ പോവുകയാണ്. രാത്രി വ്യക്തമായി നാം അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ അറിവിലാണ്, എനിക്ക് എന്റെ മേലുള്ള അവകാശത്തെക്കാൾ വലുതാണ് ദൈവത്തിന് എന്റെ മേലുള്ള. പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നിട്ട് പറയുക, കർത്താവേ എനിക്ക് എന്റെ മേലുള്ള അവകാശത്തെക്കാൾ വലുതാണല്ലോ നിനക്ക് എന്റെ മേലുള്ള അവകാശം. അതുകൊണ്ട് ഇതിന്റെ പേരും നിനക്കൊരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജോസഫ് ഓട്ടക്കാരന്റെ നടുവിൽ കിടക്കുമ്പോഴും ജോസഫിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമിതാണ്, അവൻ കൃതാർത്ഥനായി. ബോധ്യപ്പെട്ട ഭവനത്തിൽ ചെല്ലുമ്പോഴും അവനെ കുറിച്ച് എഴുതിയിരിക്കുക, അവൻ കൃതാർത്ഥനായിരുന്നു. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും അവൻ കൃതാർത്ഥനായിരുന്നു. അവന്റെ മേലുള്ള വാഗ്ദത്തം ആലോചന നിവർത്തിക്കപ്പെടുമെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രതിസന്ധിയോട് വരുമ്പോൾ, കർത്താവേ എനിക്ക് എന്റെ മേലുള്ള അവകാശമുണ്ട്, അതിനേക്കാൾ വലുതാണ് നിനക്ക് എന്റെ മേലുള്ള അവകാശം എന്ന് ഇന്ന് രാത്രി ഞാൻ തിരിച്ചറിയുന്നു എന്ന് നിങ്ങൾ ഒരു വാക്ക് പറ. കർത്താവ് എന്റെ മേൽ മറുപടി അയക്കുവാനിടയായി. മൂന്നാമത് നമുക്കുണ്ടായിരിക്കുന്ന അറിവ് 19-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. ഈ അറിവാണ് ഏറ്റവും വലിയൊരു അറിവെന്ന് പറയുന്നത്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തെ, ആരുടെ മേൽ വ്യാപരിക്കുന്നവർ വിശ്വസിക്കുന്നവർ. ആരെ വിശ്വസിക്കുന്നവര്? വിശ്വസിക്കുന്നവരെന്ന് പറയുമ്പോഴേ നമ്മൾ മനസ്സിൽ പോയിരുന്നുണ്ട് വിശ്വാസികൾ. നമ്മുടെ പേര് തന്നെ എന്തോ പേരതാണെങ്കിലും അവിശ്വാസത്തിന് ഒരു കുറവില്ലാത്ത ആളുകളാണ്. അല്ലേ? വിശ്വാസികളുടെ പിതാവാരാണ്? വിശ്വാസികളുടെ നായകനാരാ? ദൈവത്തിന്റെ വലിയൊരു വിശ്വാസികളുടെ പിതാവ് അബ്രഹാമാണെങ്കിലും വിശ്വാസികളുടെ നായകനാരാ? വിശ്വാസികളുടെ പിതാവും വിശ്വാസികളുടെ നായകൻ തമ്മിൽ വ്യത്യാസം. നമ്മളിന്നും പിന്തുടരുന്ന വിശ്വാസം ആരുടെയാണ് അറിയോ? അബ്രഹാമിന്റെ വിശ്വാസം. അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം അറിയോ? വിശ്വാസികളുടെ പിതാവിന്റെ പ്രശ്നം തന്റെ മകനെ പിടിച്ചാകും. വിശ്വാസത്തിന്റെ നായകന്റെ പ്രത്യേകത അന്നത്താനിയാവും. ക്രൈസ്തവോ ഇന്നും നമ്മൾ നിൽക്കുന്നത് എങ്ങനെയാണ് അറിയോ? വേറൊരുത്തരം പിടിച്ചാകും കഴിക്കാൻ. അത് പായിടണമെങ്കിൽ നമ്മൾ ഒരുത്തിനെ യാഗം കഴിക്കാൻ കഴിയാം. ക്രൈസ്തവോ എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്ത് നോക്ക്. എല്ലാ കാര്യങ്ങളും ഒരു കൺവെൻഷൻ വെക്കാൻ പോവാ, അന്നേരം നമ്മൾ പറയുന്ന 6 പേരാ, ഒരു ജോറേറ്റാൻ അല്ലെ ഒരു മത്തായിട്ടാൻ തോക്കാം. നമ്മൾ അവരെ എന്ത് ചെയ്യാം? യാഗം കഴിക്കാൻ നിർത്തിയിരിക്കുക. ഞങ്ങൾ തോമസ്കാരാണെങ്കിൽ നന്നായിട്ട് യാഗം കഴിക്കപ്പെടാൻ റെഡിയാണെന്ന് പറഞ്ഞു. ക്രൈസ്തവോ അപ്പൊ നമ്മൾ വേറൊരാളെ യാഗം കഴിക്കുകയല്ല, നമ്മളെ തന്നെ യാഗം കഴിക്കുന്ന യേശു നമ്മളെ കാണിച്ചു. അതുകൊണ്ട് അവരെ പറഞ്ഞ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക. എന്നാൽ അബ്രഹാം അങ്ങനെയല്ല ചെയ്തത്. അദ്ദേഹം തന്റെ മകനെ എന്ത് ചെയ്തു?
യാഗമാക്കി. വിശ്വാസികളുടെ പിതാവെന്ന പേരുണ്ടെങ്കിലും അവിശ്വാസത്തിന്റെ പല വാക്കുകൾ പറഞ്ഞാലാണ് അബ്രഹാം. ഇപ്പോഴത്തെ പുസ്തകം 15-ാം അധ്യായം വീട്ടിൽ വായിച്ചാൽ മതി. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം അബ്രഹാമിനോട് അബ്രഹാമേ ആകാശത്തിലേക്ക് നോക്കി മണി കടൽക്കരയിലേക്ക് ചെന്നു, എന്തോ കണ്ടു, മണൽത്തരി കണ്ടു, ആകാശത്തെന്ത് കണ്ടു, നക്ഷത്രം കണ്ടു, അതുപോലെ നിനക്ക് ഞാൻ മക്കളെ തരും. ഇത് പറഞ്ഞപ്പോ അബ്രഹാം തിരിച്ചെന്താ ചോദിച്ചെന്നറിയാമോ? ഇതെന്തോ ഞാൻ അറിയും. നമ്മുടെ ഭാഷ ചോദിച്ചാൽ ഇത് വല്ലതും നടക്കാൻ പോകുന്ന കാര്യം വല്ലതുമാണോ? വിശ്വാസികളുടെ പിതാവെന്ന പേര് അവിശ്വാസത്തിൽ ഒരുപാട് വാക്കുകൾ നടന്നിട്ടുണ്ട്. ഇനി 18-ാം അധ്യായത്തിലേക്ക് വരുന്ന അതിന് 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, 3 ദൈവപുരുഷന്മാർ അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങി പോകുമ്പോൾ ആലോചന കൊടുത്തു, അടുത്താണ് ഈ സമയമാകുമ്പോൾ നിനക്കൊരു മകൻ ജനിക്കും. ഇത് കേട്ടപ്പോൾ സാറ എന്താ ചെയ്തേ? നല്ല എഴുതിയിരിക്കുന്നത്, സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. ക്രിസ്തലോ 2 ചിരിയുണ്ട്, ഉള്ളുകൊണ്ടുള്ള ചിരിയുണ്ട്, പുറമേയുള്ള ചിരിയുണ്ട്. നമ്മളെപ്പോഴും ചിരിക്കുന്ന എങ്ങനത്തെ ചിരിയാൻ പറയുന്നത്? ഉള്ളുകൊണ്ടുള്ള ചിരിയാണ്. അത് നമ്മുടെ ഒരു സഹോദരനോട് സ്വന്തം പറയുന്നത് നമ്മൾ ഓർത്താൽ മതി. പുറത്ത് നമ്മൾ എന്തോ കാണിക്കും, പിന്നെ സഹോദരാ എത്ര നാളായതാ കണ്ടിട്ട് വലിയ സ്നേഹമാണ്, അകത്തന്നെ സഹോദരൻ. ഇതായിരിക്കും നമ്മുടെ മനോഭാവം. അപ്പൊ കർത്താവ് നോക്കുന്ന എങ്ങോട്ടാണെന്നറിയോ? അകത്തോട്ടാ. ഒരു പയ്യന്റെ കഥ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ഒരു കൊച്ചനോട് അപ്പം പറഞ്ഞാ ഇങ്ങനെ അവിടെ എന്ന് പറഞ്ഞു. ഇപ്പൊ പറയാൻ ഇരിക്കുന്നു. ഇപ്പോഴത്തെ മക്കൾക്ക് എങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞ ഓപ്പസിറ്റ് ചെയ്യത്തുള്ളൂ. ഈട് അവിടെ എന്ന് പറഞ്ഞു, ഞാൻ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം പോയി വലിയൊരു വഴി എടുത്തെന്ന് പറഞ്ഞു, ഈട് അവിടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ അവിടെ ഇരുന്നിട്ട് പറയുക ഞാൻ ഇരുന്നെന്നുള്ളതേ ഉള്ളൂ, പക്ഷെ എന്റെ മനസ്സിൽ പോയി നിൽക്കും. ക്രൈസ്തലോ വഴി കണ്ടപ്പോ പേടിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെയാ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. സ്വന്തം നമ്മുടെ മനസ്സിൽ പലപ്പോഴും ആ ഇല്ലെങ്കിലും പുറമേ നമ്മൾ എന്ത് കാണിക്കാറുണ്ടോ? ക്രൈസ്തലോ എന്ത് കാണിക്കാറുണ്ട്? എന്റെ പക്ഷേ എങ്ങനെ 2 മാസം ഗൾഫിൽ പിടിച്ച് നമ്മൾ നടന്നിട്ട് ഇതൊക്കെ പുറകെ. ക്രൈസ്തലോ ഹല്ലേലൂയ. ഇന്ന് രാത്രി വ്യക്തമായി ഞാൻ പറയാം, കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം എന്താണെന്ന് ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ ഇത്രയും വർഷം കഴിച്ചിട്ട് കർത്താവിന്റെ വരവിങ്കിൽ നാം കൈവിടപ്പെട്ടു പോയി. ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന കോട്ടങ്കരയുടെ ചർച്ചില് സ്തോത്രം, ഒരു ദിവസം രാത്രി ദൈവത്തിന്റെ ആത്മാവ് കോട്ടങ്കരയോട് സംസാരിക്കുക, ഈ 10,000-കണക്കിന് ആളുകൾ നിന്റെ ചർച്ചിലുണ്ട്, എന്നാൽ ഇവിടെ നിന്ന് ഞാൻ ഇന്ന് വന്നാൽ പോകാൻ റെഡിയാക്കി 2 പേരും. അമ്മയോട് പറഞ്ഞു, ഇനി മേലെ ഞാൻ സ്റ്റേജേ കടന്നു. കർത്താവ് എന്നെ ഏൽപ്പിച്ച ആ വിശ്വസത്തോടെ എനിക്ക് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റേജക്കാരത്തിൽ ഞാൻ പറഞ്ഞൊരു താല്പര്യം ഇത്രയേ ഉള്ളൂ. വലിയൊരു കൂട്ടത്തെ ഉണ്ടാക്കുക എന്നുള്ളതല്ല, ദൈവരാജ്യത്തിന് അവകാശികളായി ഒരു ചെറിയ സ്റ്റേജിനെ മാറ്റി നിർത്തുക. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത്, ഇവിടെയുള്ള കുറെ ഭൗതിക നന്മകളെക്കാൾ ഉപരിയായി ഭൗതികമായതിനെ കാണിക്കാൻ നാം ആഗ്രഹിക്കുന്നു. പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗം ഞാൻ കേട്ടു, മുമ്പേ അവൻ രാജ്യം നീതി അന്വേഷിക്കും, അതോടുകൂടി ഇതൊക്കെയും കയ്യൊക്കെ പോകുന്ന പോക്കാണ്, ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അത്രയും മാത്രം കൈപോകാനുള്ള ഒന്നും അവിടെ പറയുന്നു. അവിടെ പറയുന്നത് അതിനെന്താ, ഉമ്മാനും ഉടുപ്പാനുണ്ടെങ്കിൽ അധികം നോക്കും. ഇതിൽ കൂടുതലൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നുണ്ട്. ഇത്രയും പറയാൻ അടുത്ത വാക്കിട്ട് പറയാം, മുമ്പേ അവൻ രാജ്യനീതി അന്വേഷിക്കും, അതോടുകൂടെ ഇതൊക്കെയും ഏതൊക്കെയാണ് ഉമ്മാരും കൊടുക്കാനുള്ള അത്രയേ ഉള്ളൂ. നമ്മളതിനെ പറഞ്ഞ് എങ്ങനെയാക്കി? ഇങ്ങനെയാക്കി. ക്രൈസ്തലോ അതിന് മാത്രം കൈ വിരിക്കാനുള്ള കാര്യമൊന്നും അവിടെ പറയുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് ഉമ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക. അതിൽ കൂടുതൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ അനുഭവിച്ചു കൊള്ളുക. പക്ഷെ ഇതിനേക്കാളെല്ലാം നമുക്ക് വലുത് ദൈവരാജ്യമാണ്. ക്രൈസ്തലോ ഇതിനേക്കാളെല്ലാം നമുക്ക് വലുത് സ്വർഗരാജ്യമാണ്. അവിടമാണ് നമ്മുടെ അവകാശം. നോക്കാം, എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 13 മുതൽ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുക, നമ്മുടെ പിതാക്കന്മാർ ചെയ്ത കാര്യം. അവർ ഈ ഭൂമിയിൽ നടന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അന്യരും പരദേശികളും ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരും അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ഇനി 1 Corinthians 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവരെല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, ഒരേ ആത്മീയ ആഹാരം കുടിച്ചു. അവർ അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നു. അവർ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടു. എന്നാൽ അവർ മിക്കപേരിലും ദൈവം ആളില്ല. മിക്കപേരെന്ന് പറയുമ്പോൾ എത്ര പേര് വരും? 25 ലക്ഷം ഉണ്ടായിരുന്നെന്ന വേദപണ്ഡിതന്മാര് പറയുന്നത്. 25 ലക്ഷത്തിൽ 2 പേര് ഒഴികെ എത്ര പേരുണ്ടോ അത്രയും പേരെ കുറിച്ച് ഓർക്കും. അവർ മിക്കപേരുടെ ദൈവം സാധിക്കില്ല. അവനവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഇത് നമുക്ക് ഒരു ദൃഷ്ടാന്തത്തിനായി സംഭവിച്ചിരിക്കുന്നു. രാത്രി മനസ്സിലാക്കുക, വലിയൊരു ഗ്രൂപ്പിൽ നിന്ന് ചെറിയൊരു ശേഷിപ്പിനെ കർത്താവ് എടുത്തു മാറ്റുമ്പോൾ ആ ശേഷിപ്പിന്റെ കൂട്ടത്തിൽ ഉണ്ടാകാൻ ആഗ്രഹമുള്ളവരെ ഓർത്ത് ഞാൻ നമ്മുടെ